ബീഫ് കുറുമയും പൊറോട്ടയും നല്ല കോമ്പിനേഷൻ ആയിരിക്കുമോ? ട്രസ്റ്റ് മീ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കിട്ടു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഒരു റീല് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇതുവരെ ഞാൻ ബീഫ് കുറുമയും പൊറോട്ടയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായില്ല. ഞാൻ ഓൾറെഡി ബീഫ് റോസ്റ്റും പൊറോട്ടയും കഴിച്ചിട്ടാണ് ഇവിടെ പോയത്. പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ ഈ ഒരു കോമ്പിനേഷൻ നല്ലോണം ഇഷ്ടമായി. ഇതിലെ ബീഫിൽ നല്ല റെഡ് കളർ മീറ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ബീഫിനായിരിക്കും റെഡ് കളറെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ഒക്കെ മേടിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ടല്ലേ കട്ട് ചെയ്തിട്ടേക്കുന്നത്. പക്ഷേ ഇത് രണ്ട് വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇങ്ങനെ കടിച്ച് നമുക്ക് കഴിക്കണം. ഗ്രേവി എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. നല്ല ഫ്ലേവർ ആയിരുന്നു ഇതിന്. പിന്നെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ചായ പേഴ്സൺ അല്ല. കൂടെ വരുന്നവർ ചായ കുടിക്കുവാണെങ്കിൽ അതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. ഒന്ന് രണ്ട് സിപ്പ് അല്ലാണ്ട് കൂടുതൽ ചായ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. പണ്ട് മുതലേ അങ്ങനെ തന്നെ കേട്ടോ, ശീലമായിപ്പോയി. പിന്നെ ഇടിയപ്പം അവിടെ ഞങ്ങൾ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കി. ആ ഗ്രേവിയുടെ കൂടെ അത് നല്ലതായിരുന്നു. 182 രൂപയായിട്ടുള്ളൂ, അഫോർഡബിളാണ്. പിന്നെ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്നാക്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നേ ബില്ലിങ്ങിൻ്റെ അവിടെ. അതിൽ പാൽ കേക്ക് ഞാൻ മേടിച്ചു. കുറേ നാളായെന്നേ പാൽ കേക്ക് കഴിച്ചിട്ട്. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി കഴിക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. ആലപ്പുഴയിൽ പോകുന്ന ഒരു കൊയാസിസ് റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യല്ലേ. അവിടുത്തെ ബീഫ് കുറുമയും പൊറോട്ടയും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.